മുല കൂട്ടാൻ വേണ്ടി ദൈവം എടുത്ത് കുറച്ച് വലിപ്പം പിടിപ്പിച്ചു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിപ്പം ജിമ്മിൽ പോയിട്ട് പലർക്കരും അതില്ലാണ്ടാക്കണ്ട്. സത്യം അല്ലേ? ഈ ഒരു വിടവ് കാണിച്ചതും പറഞ്ഞ ഒന്നും വരാൻ പോല. ഇതിപ്പോൾ ആണുങ്ങൾ ഇപ്പോൾ സൽമാൻ ഷർട്ട് ഉണ്ണിമൂന്നിനൊക്കെ ഇത്രയും വരെ ഷർട്ട് അയച്ചിട്ടാലും പ്രശ്നമില്ല. പെണ്ണിൻ്റെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ കുഴപ്പം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഇതിപ്പോൾ ലൂസായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലൊക്കെ കയറി പിടിക്കണത് വേറെ ആരുടെ കൂടെ വേണമെങ്കിൽ കിട്ടും അല്ലേ? പെണ്ണാണ്, രൂപമൊന്നും വേണ്ട, കിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്കൊരു വികാരമുണ്ട്. എൻ്റെ അടി വന്ന് വേശ്യാതെ കൊടുക്കുന്ന ആൾക്കാരോട് എനിക്ക് ശരിയത് തോന്നാറുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പഴയ സിനിമകളിലൊക്കെ എത്ര സിനിമകളിലൊക്കെ ഉണ്ട്. രതിനിർബന്ധത്തിലൊക്കെ അത്യാവശ്യം കാണിക്കല്ലേ. പിന്നെ എന്തിട്ടാണുള്ള ഇതിൽ എൻ്റെ ബ്രായിട്ടുള്ള ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞു. നമ്മുടെ ആയിക്കോട്ടെ, അതിനെന്താ ബ്രാ നല്ല ബ്രാൻഡുള്ള പ്രായമാണെന്ന് വെച്ചേക്കണേ. എന്തായാലും 1200 രൂപ. ഞാനിവിടെ പുറത്തിറങ്ങി ഈ ഷർട്ടിനെക്കാട്ടും വില എൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനുണ്ട്. ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ആൺപിള്ളേരും പെൺപിള്ളേരായിട്ട് ഒരു വീട്ടിൽ 5-6 പേരൊക്കെ ഇട്ട് താമസിക്കണേ. അതൊന്നും നിയമത്തിലില്ല. പക്ഷേ എന്നെ വേശി കൊടുക്കും. അതെങ്ങനെ ശരിയാവുക? ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാനൊരു ദിവസം ഓടിച്ചെല്ലുമ്പോഴത്തേക്കും ഈ പെണ്ണ് ഇന്നർ പോലും ഇല്ലാണ്ടാണ് അവിടെ ഇരിക്കണേ. ആ ലേഡി എൻ്റെ വേഷം വെച്ചിട്ടാണ് നീ വേശിയാണ്. എൻ്റെ ഫോണിലുണ്ട് മെസ്സേജ്. ഈ പോലീസുകാരും അതിന് കൂട്ട് നിൽക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നിയമം എന്താ പറയുക, എല്ലാവർക്കും ബാധകമാണ്. ഇപ്പം ഞാൻ പലരിടത്ത് എൻ്റെ PA ഗ്യാങ് നിൽക്കുമോ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ PAക്ക് എന്നെ കല്യാണം കഴിക്കണം. ഒരു പയ്യൻ PA ആയിട്ട് അവൻ്റെ വൈഫും എൻ്റെ ഭയങ്കര അനിയത്തി അനിയനെ പോലെ ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവൻ എന്നെ കെട്ടണം. ഞാൻ നിൻ്റെ വൈഫോ? അവർ ലിവിങ് ടുഗദറാണ്, കുഴപ്പമില്ല. അത് മാത്രമല്ല, അത് ബയോസെക്ഷലാണ്. ഞാൻ ബയോസെക്ഷലാണ്. അതെന്ത് സാധനം? അപ്പോഴാണ് ഒരു വീട്ടിൽ തന്നെ എന്നെ വേശ്യെന്ന് വിളിക്കുന്ന ആൾക്കാരുടെ കഥാപാത്രമാണ്. ഒരു വീട്, ചളിക്കോട്ടത്തെ ഒരു വീട് എടുത്തിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാനൊരു ദിവസം ഓടിച്ചെല്ലുമ്പോഴത്തേക്കും ഈ പെണ്ണ് ഇന്നർ പോലും ഇല്ലാണ്ടാണ് അവിടെ ഇരിക്കണേ. ആ ലേഡി എൻ്റെ വേഷം വെച്ചിട്ടാണ് നീ വേശ്യാണ്. എൻ്റെ ഫോണിലുണ്ട് മെസ്സേജ്. ഞാൻ അതുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. നിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. എന്ത് വീഡിയോ? ഞാൻ ഒരാളുടെ കൂടെ കിടക്കണം കണ്ടോ? ഇല്ല. പിന്നെന്ത് വീഡിയോ? ഞാൻ തുണി എടുത്തിരിക്കണത്. അത് അവളും ഉണ്ടല്ലോ. എല്ലാവരും നിൽക്കല്ലേ. ഇപ്പം ഞാൻ ആൺപിള്ളേരുടെ കൂടെ പോയി എന്നെ പെൺകുട്ടിയായിട്ട് കാണാത്ത ആൾക്കാരുടെ കൊടുക്കാൻ ഞാൻ നിൽക്കണേ. എനിക്ക് ഭയമില്ല. ഇപ്പം എല്ലാവരും കോമൺ ആയിട്ട് ആൺപിള്ളേരും പെൺപിള്ളേരായിട്ട് ഒരു വീട്ടിൽ 5-6 പേരൊക്കെ ഇട്ട് താമസിക്കണേ. അതൊന്നും നിയമത്തിലില്ല. പക്ഷേ എന്നെ വേശി കൊടുക്കുന്നു. അതെങ്ങനെ ശരിയാവുക? ബയോസെക്ഷലാണ്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഭർത്താവുണ്ട്, ഒരു വീട്ടിൽ താമസിക്കുന്നവരെല്ലാവരും കൂടി പോകുന്നു. ട്രെൻഡ്. അത് ട്രെൻഡ്. ഞാൻ ജീവിക്കാൻ വേണ്ടി എൻ്റെ മക്കളായിട്ട് നെറ്റോട്ട് ഓടണം. ആരുടെ കൂടെ ആണെങ്കിൽ പോട്ടെ, അതെൻ്റെ മക്കളെ പോറ്റാൻ. സ്വന്തം മക്കളെ മോളെ വെല്ലിടത്താക്കിയിട്ട് ഇവിടെ വന്ന് ഈ കാണിക്കുന്ന കാട്ടായത്തിന് പേര് ലൈഫ് സ്റ്റൈൽ. അപ്പം ഞാൻ വേശ്യ. അതെങ്ങനെയാവും? എൻ്റെ അടി വന്ന് വേശ്യ കൊടുക്കുന്ന ആൾക്കാരോട് എനിക്ക് ശരിയത് തോന്നാറുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വന്തം മക്കളുടെ വിശപ്പോറ്റാൻ വേണ്ടി ഒരു അമ്മ അതേ കൊല്ലത്തിൽ വേശ്യയായിട്ട് ഇറങ്ങണ്ടോ? ആ അമ്മക്ക് ഞാൻ സല്യൂട്ട് കൊടുക്കും. കാരണം ആ അമ്മ സ്വന്തം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യണത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്. അതേസമയം മേക്കപ്പും ചെയ്ത് സ്വന്തം മേക്കപ്പ് സാധനങ്ങൾക്കും എന്താ പറയുക ആവശ്യമുള്ളതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വേശ്യാവൃത്തിയുണ്ടോ? അവൾക്ക് എനിക്കൊരു മര്യാദയും കൊടുക്കാൻ പറ്റില്ല. അത് അവളെ വേശ്യ വിളിച്ചോ. ബാക്കി ആ അമ്മനെ വേശ്യ വിളിക്കാനുള്ള അവകാശം ഈ നാട്ടുകാർക്ക് കാരണം അതേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ഒരു സിംഗിൾ മദറിന് എന്തൊക്കെ ടാസ്ക് ഉണ്ട്. അതും പ്രൊട്ടക്ട് ചെയ്യാൻ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലാത്ത ഒരു ലേഡി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ജോലിക്ക് പോകണമെങ്കിൽ ആ മക്കളെടുത്ത് പോകണം. ഞാൻ ഈ സിനിമയിൽ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? ഒരു വേശ്യാണെങ്കിൽ പോലും ഒരു വീട്ടു ജോലിക്ക് പോയി കഴിഞ്ഞാൽ 4000 രൂപയ്ക്ക് കിട്ടണേ അല്ലേ, ക്ലീനിങ് വർക്കിന്. ഈ ഒരു ലേഡി ഒരു ദിവസം ഇങ്ങനെ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ എനിക്കറിയാം പേയ്മെൻ്റൊക്കെ. എനിക്ക് ചാൻസ് വന്നിട്ടുള്ള ആള് എനിക്ക് പറഞ്ഞിട്ടുള്ള 5000 രൂപ ഒരാളുടെ കൂടെ. അപ്പോൾ ഒരു ലേഡി എപ്പോഴും ചിന്തിക്കുക സ്വന്തം മക്കളോട് കൈക്കുഞ്ഞുങ്ങളുടെ കൂടെ അത്ര നേരം ഇരിക്കാം. ഇത്തിരി നേരം എനിക്ക് പുറത്തു കൊണ്ടുള്ളൂ. അത് ആ അമ്മക്ക് എന്താ പ്രശ്നമുള്ളേ? വേറെ ആരെങ്കിലും ഉണ്ടോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ? ഒരാൾ വന്നാൽ തന്നെ എന്തൊക്കെ കുത്തുവാക്ക് കേൾക്കണം? നീ 2ാം കെട്ടല്ലേ, നിൻ്റെ കുഞ്ഞുങ്ങളെ എന്തൊക്കെ പഴി കേൾക്കണം? ആ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തൊക്കെ കണക്ക് കേൾക്കണം? അയാൾക്കൊരു കുഞ്ഞില്ലാണ്ടായി പോയി കഴിഞ്ഞാൽ അതിനെന്തൊക്കെ അമ്മ കേൾക്കണം? ആ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കേൾക്കണം? ഒരുപാടുണ്ട് ടാസ്ക്. അപ്പം ലൈഫിൽ അങ്ങനെ ഒരു ബന്ധം വേണ്ടാൻ നോക്കും. ഇപ്പോൾ വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടെങ്കിൽ പോലും ജോലി സ്ഥലത്ത് പോലും ഇതേപോലെ ഉണ്ട്. ഒരാളെ നമ്മൾ സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നി ഇതാക്കിയാൽ പോലും അയാളെ പോലും മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? കുറച്ച് നേരത്തൊക്കെ ഉള്ള ബന്ധമാണ് എപ്പോഴും നല്ലത്. അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കണില്ല, നമ്മൾ പ്രസവിച്ച് കൊടുക്കണമെന്ന് പറയില്ല, അവരുടെ അടിമയായിട്ടിരിക്കണമെന്ന് പറയില്ല, ഒന്നും പറയില്ല. സിമ്പിൾ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ബുദ്ധി വെച്ചു. ഞാനതേ പറയുള്ളൂ. കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കണ്ടു തുടങ്ങി അല്ലേ? ഒരുപാട് പേര് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം വന്നതോടുകൂടി ഒരുപാട് പേര് അവരുടെ ജീവിതം പുറത്തു പറയാൻ തുടങ്ങി.
ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊണ്ട് ജീവിക്കാതിരിക്കുക, നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുക. വിദ്യാഭ്യാസം അത് ഒരു പെൺകുട്ടി പറഞ്ഞു ഇങ്ങനെ ഭർത്താവ്, ഞാൻ പഠിക്കാൻ സമ്മതിക്കില്ല, അത് നിൻ്റെ സ്വാതന്ത്ര്യം, നീ നിയമപരമായിട്ട് നിനക്ക് പഠിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞൊരു ഓർഡർ പഠിക്കാം. ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏതായിക്കോട്ടെ, നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ ആ നിയമം വഴിയെ പറഞ്ഞു കൊടുക്കുള്ള ആർക്കാണെങ്കിലും നിയമപരമായിട്ട് നിനക്ക് പഠിക്കാനുള്ള അവകാശം പഠിക്കാം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഞാൻ പെടുന്ന അവസ്ഥ എനിക്കറിയാം. നീ കുഞ്ഞുണ്ട്, നീ ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, ആ കുഞ്ഞ് നിൻ്റെതായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ വിദ്യാഭ്യാസം കളയാതിരിക്കുക, പഠിക്കുക. സിനിമയ്ക്ക് ചാൻസ് കഴിക്കുന്ന പെൺപിള്ളേരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, പഠിച്ചൊരു ജോലി നേരിട്ട് നിങ്ങൾ സിനിമയ്ക്ക് എത്തണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചാൻസ് ഒന്ന് ചെയ്തോ, പക്ഷെ വിദ്യാഭ്യാസം കളഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. അറിവില്ലെന്നുണ്ടെങ്കിൽ വിഡ്ഢിയായിക്കൊണ്ടിരിക്കണം. ഈ സ്ത്രീകൾ പെട്ടുപോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവില്ല. അതിപ്പോൾ സിനിമ ഫീൽഡിലായാലും ജീവിതത്തിലായാലും നമുക്ക് അതിനകത്തുനിന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ലൈഫായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലേ? ഉണ്ട്. അത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നി ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. കാരണം അടിമയായിട്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. കാരണം ജീവിക്കാൻ മറന്നുപോകും, അതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും. അത് എല്ലാവരും കേൾക്കുന്ന സെക്സാണെന്നാണ്. അതായത് പലപ്പോഴും പച്ചക്ക് പറയാറുണ്ട്, അല്ല, സെക്സ് ആരുടെ കൂടെ വേണമെങ്കിൽ കിട്ടും അല്ലേ, പെണ്ണാണ്, രൂപമൊന്നും വേണ്ട, കിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്കൊരു വികാരമുണ്ട്, ഒരു കെയറിങ്, ഒരു തലോടൽ, ഒരു ചിരി, ചേർത്ത് പിടിക്കൽ, ഇടക്കുള്ള കുറുമ്പത്തരം, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന പെൺപിള്ളേരുണ്ട്. അത് അവിടെ നിന്ന് മാത്രമേ കിട്ടണുള്ളൂ, എല്ലായിടത്തുനിന്നും കിട്ടണില്ല. അപ്പോൾ ആ ഒരു ഇത് കളയാതിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു കൊടുക്കും. ചിലത് സിനിമയ്ക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഫോട്ടോസ് ഇട്ട് കൊടുക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരം ഒരു ഫോട്ടോ എടുത്തു, അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്താ പറയുക, അയ്യോ ഇങ്ങനെ നിന്നല്ലോ അങ്ങനെ നിന്നല്ലോ, പോകാൻ പറ, മോൻ എല്ലാം പോവും. കുറച്ച് കഴിയുമ്പോൾ വേറെ ഫോട്ടോ, അങ്ങനെ ഈ സണ്ണി ലോണൊക്കെ എപ്പോഴേ തൂങ്ങിച്ചാവണം അല്ലേ, അവർ പക്കയില്ലേ എല്ലാവർക്കും, സണ്ണിയൊക്കെയില്ലേ, അപ്പോൾ അവർക്ക് ഷക്കിലൊക്കെ അല്ലേ, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി ഇവരൊക്കെ സണ്ണി ലിയോൺ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവിക്കാൻ ദാരിദ്ര്യം കൊണ്ടിട്ട് ഇറങ്ങിയതല്ല അല്ലേ. എന്നിട്ട് പിന്നെ അത്രയും പവർഫുള്ളായിട്ട് അവരിറങ്ങി വന്നെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി മാറ്റാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സ്ത്രീകൾ എന്തിനാണ് വിളിക്കണേ? പിന്നെ നിങ്ങളുടെ ഇഷ്ടമില്ലാണ്ട് ഒരുത്തൻ നിങ്ങളുടെ ദേഹത്തോട്ട് അവൻ വേണ്ടാതിനം കാണിച്ചാൽ എന്തിനാണ് നിങ്ങൾ ഭയക്കണേ? നിങ്ങളുടെ ഫോട്ടോ കാണിച്ചത് വിഷയപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ പോകാൻ പറഞ്ഞില്ലേ? നിങ്ങൾ അടിപൊളിയായിട്ടൊരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് നിങ്ങൊന്ന് കാണിച്ചു കൊടുക്കുക. എത്രയും ഭംഗിയുള്ള ആർട്ടുകളുണ്ട്, അതേപോലെ ഫോട്ടോസ് എടുക്കാൻ ഞാൻ ചെയ്ത് കണ്ടില്ലേ. എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ പറയും, ആഹാ അത്രയാണോ, ശരി എന്നും പറഞ്ഞ് ഞാൻ രണ്ടൊന്ന് ഫോട്ടോസ് നേരെ സ്റ്റുഡിയോ പോയിട്ട് ഞാൻ പറയും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഷർട്ടൊക്കെ കഴിച്ച് ഞാൻ ഫോട്ടോ എടുത്തു, എന്നിട്ട് പോസ്റ്റ് ചെയ്തു. ഇപ്പം ആർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റും? എൻ്റെ ബ്രായിട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ, അതിനെന്താ, നല്ല ബ്രാൻഡുള്ള ബ്രായാണ് വെച്ചേക്കണേ. എന്തായാലും 1200 രൂപ. ഞാനിവിടെ പുറത്തിറങ്ങി ഈ ഷർട്ടിനെക്കാട്ടും വില എൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനുണ്ട്. പിന്നെ ഈ കാഴ്ച കുഴപ്പമൊന്നുമില്ല, പോടാന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യം വേണം. ധൈര്യമോ എൻ്റെ പൊന്നേ, കുറച്ച് കൂടുതലാ ഞങ്ങൾക്ക്. എനിക്കെന്താണെന്നറിയില്ല, ഞാൻ എല്ലാ ദിവസവും വെട്ടിപ്പൊഴിക്ക് തിന്നെ ധൈര്യമാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പുട്ടിനൊക്കെ പകരം ധൈര്യം. അല്ല, എൻ്റെ മക്കളങ്ങനെ തന്നെയാ. എനിക്കിപ്പോൾ ഡേറ്റിങ്ങിന് വരുമ്പോൾ ഓരോരുത്തർ പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ സംസാരിക്കും, എൻ്റെ മക്കളെയും പരിചയപ്പെടുത്തും. മക്കൾ പറയും, ഇത് ചിലത് പറയും, അമ്മ വേണ്ടട്ടാ, അമ്മ ഡേറ്റിങ്ങിന് പോയി ഒരു ചായ കുടിച്ച് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അയാളെ പിടിച്ച് ദൂക്കത്ത് നിലത്തരിച്ചിട്ടായിരിക്കും വന്നേക്കണേ. അതുകൊണ്ട് ആ ക്യാരക്ടർ വേണ്ട, കൊള്ളൂല, നമ്മൾ സെറ്റ് ആവില്ല. മോൻ പറയും, മോനും മോളും. ഞാൻ പോകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ അവരെ അമ്മ, ഞാൻ ചോദിക്കും മക്കളെ ഇതെങ്ങനെ ഉണ്ടാ, ഇന്നിപ്പോൾ വൈകുന്നേരം പബ്ലിൽ പോകണം, ഞാൻ സാരി എന്തെങ്കിലും എടുക്കുന്നത് ഞാൻ പറയും, സാരി എടുത്താൽ കൊല്ലും ഞാൻ പറയും, എനിക്ക് സാരി എടുക്കാൻ കാണണ്ട, അമ്മച്ചിനൊക്കെ പോലെ ഇരിക്കണേന്ന് പറയും, നിങ്ങളെ ശരിക്കുള്ള പൈസ കറിയെന്ന് പറയും അമ്മ. അതുകൊണ്ട് ഞാനിടുമ്പോൾ പറയും, അമ്മ സ്റ്റൈലായിട്ടിറക്കാം, മാറി നോക്കാനെന്ന് പറയും, ഭയമില്ല. ഇപ്പോൾ വേറൊരു ഏതൊരു നായരോ നമ്പ്യാരോ അങ്ങനത്തെ ഒരു ഫോട്ടോ ഷൂട്ടിന് വന്നില്ലേ, അവരുടെ മക്കൾ അങ്ങനെ ചോദിക്കുന്നു പറഞ്ഞു. ഇപ്പം കാലം മാറി, അങ്ങനെ ചോദിക്കത്തില്ല. കാരണം അവർ ചെറുതിലെ പോലെ സണ്ണിയാക്കാന്നുള്ള അല്ലേ. എത്ര സിനിമകൾ ഇപ്പം എല്ലാം കാണിക്കും, ഇപ്പം അവർ കാണിക്കണമെന്ന് പറഞ്ഞു. പഴയ സിനിമകളില്ലേ ഇതൊക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പഴയ സിനിമകളിലൊക്കെ എത്ര സിനിമകളിലൊക്കെ ഉണ്ട്, രതിനിർവ്വതത്തിലൊക്കെ അത്യാവശ്യം കാണിക്കല്ലേ. പിന്നെ എന്തിട്ടാണുള്ള ഇതിൽ ഒന്നുമില്ല, നല്ല വസ്ത്രം ഇട്ടല്ല, നല്ല ഭംഗി കാണാൻ. ഇണങ്ങിയ വസ്ത്രങ്ങൾ ഇടുമ്പോഴത്തേക്കാണ് ലേഡീസിനെ കാണാനും ആണിനെ കാണാനും ഭംഗിയുള്ള. ശരീരത്തിന് ഇണങ്ങാത്ത വസ്ത്രം ഇടുമ്പോഴാണ് അത് വോമിറ്റിങ്ങിനുള്ള ഇത് കാണാൻ. ശരീരത്തിന് ഇണങ്ങുന്ന ഭംഗിയായിട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ചിലത് പറയും, അത് നീട്ടിട്ടില്ലല്ലോ, ഇത് കാണിച്ചില്ല, അത് കാണിച്ചില്ലേ, ഈ ഒരു വിടവ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നും വരാൻ പോകില്ല. ഇതിപ്പോൾ ആണുങ്ങൾ ഇപ്പോൾ സൽമാൻ ഷർട്ട് ഉണ്ണിമൂന്നിനൊക്കെ ഇത്രയും വരെ ഷർട്ട് അയച്ചിട്ടാലും പ്രശ്നമില്ല. പെണ്ണിൻ്റെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ കുഴപ്പം? മുല കൂട്ടാൻ വേണ്ടി ദൈവം എടുത്ത് കുറച്ച് വലിപ്പം പിടിപ്പിച്ചു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിപ്പം ജിമ്മിൽ പോയിട്ട് പല ആൾക്കാരും അതില്ലാണ്ടാക്കുന്നുണ്ട്.
സത്യം അല്ലേ? പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഭയങ്കര, അതെ അത് എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഒരു അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ല, അതിനെ ആ സുഷിരങ്ങളിൽ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് പ്രൊട്ടക്ട് ചെയ്യണേ. ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതൊക്കെ യൂസ് ചെയ്യണ പോലും, ഇന്നേഴ്സ് യൂസ് ചെയ്യണ പോലും നമുക്ക് ആ ജനനേന്ദ്രിയത്തിനെ കൊണ്ട് പല പ്രശ്നങ്ങളുണ്ട് അല്ലേ? മുല കൂട്ടണം, ആണുങ്ങൾക്ക് അതില്ല, അതിൻ്റെ പേരിൽ അതുങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് വെക്കാം. പക്ഷെ നമുക്കറിയാം അതിന് തണുപ്പ് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അല്ലേ, വലിപ്പം കൂടിയുള്ള പ്രശ്നങ്ങൾ, ഫുൾ ടൈം ഇതിട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്തോട്ടം കിട്ടാനുള്ള പ്രശ്നങ്ങൾ അല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹാരി എന്നാണ്, എൻ്റെ ഫേസ്ബുക്കിൽ കാണാം. എൻ്റെ വീട്ടിൽ വന്നത് പോലും ക്ഷമിച്ചിട്ടുണ്ടാ, ഇറ്റലിക്കറിയാം. അവർ ചോദിക്കണത് നിങ്ങൾ എന്തിനാ ഇത്ര ഇറക്കി പൂട്ടിയിട്ടുണ്ടാക്കണേ, ഫ്രീ ആയിട്ടുണ്ട്, യോഗ മാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതിപ്പോൾ ലൂസായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലൊക്കെ കയറി പിടിക്കണത് വേറെ സത്യം ഇല്ലേ. നമ്മ ഇത്രയും ടൈറ്റായിട്ട് ഇത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ട് സാരി എടുത്തുകൊണ്ട് ചുരിദാർ ഇട്ടുകൊണ്ട് പോയാലും ചില നിങ്ങൾ കയറി പിടിക്കുന്നു നമ്മളെ. നമ്മുടെ നാട്ടിൽ എന്താ സ്വാതന്ത്ര്യമുള്ളേ? എന്നിട്ട് പറയും ഒരു പെണ്ണ് പാടിയതിൻ്റെ പേരിൽ അതിനെ കയറി ക്രൂശിക്കും. അവരെന്താ പാടിയേ? ചെയ്യാതിരിക്കണോ? അവരത് രസത്തിൽ പാടി, അത് ഞങ്ങൾ പല പണി അനുഭവിച്ചത്. പിന്നെ ചില ആൾക്കാർക്ക് അത് അനുഭവിച്ചത് പുറത്ത് പറയുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. അവർ എപ്പോഴും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അനുഭവിക്കേണ്ട, അതുകൊണ്ട് നമ്മൾ ഒച്ചക്കുളിച്ച് പറഞ്ഞു ഞങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ഞങ്ങൾ ഇനി ഒരാൾ തൊടാൻ നിൽക്കണം. ഞങ്ങൾ ഇഷ്ടമുള്ള വേഷം ഇടും, ഷെഡിങ് പ്രൈസർ ഇടും, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കും. പക്ഷെ അത് ഞങ്ങളുടെ ഇഷ്ടം അല്ലേ. അതിട്ടൊന്നും പറഞ്ഞ് കയറി പിടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുള്ള, നോക്കാൻ അവകാശമുണ്ട്. പക്ഷെ തുറച്ചു നോക്കി കഴിഞ്ഞാൽ ഞങ്ങളൊരു നോട്ടം നോക്കും, അതിലവിടെ തിരും. ഞാൻ പറയാറുണ്ട് പെൺപിള്ളേർ നിങ്ങളെ തുറച്ചു നോക്കിയാൽ ഞാൻ നിങ്ങളും തിരിച്ചു നോക്കാം. എന്നിട്ട് അവൻ നിർത്തണില്ലേ, നേരെ മുമ്പിച്ചില്ല, എന്നിട്ട് അടുത്തിട്ട് നോക്കാൻ പറയാം, ചേട്ടാ പറ്റുന്ന അത്ര നോക്കാം. എന്നിട്ട് കണ്ണിട്ട് രണ്ട് കുത്തുറുത്തിട്ട് കൊടുപ്പില്ല ഇല്ലേ. അയാൾ എന്തായാലും നോക്കിക്കുക, നമ്മ അടുത്തോട്ടിൽ നോക്കി തന്നെ ഇരിക്കും. കൂടുതൽ നോട്ടം വേറെ ആരുടെ തൊട്ടൊക്കെ ഇരിക്കും. അപ്പൊ ഒരറ്റടി മാറമ്പത്തിനൊക്കെ കൊടുക്കുക, മനസ്സിലായ? ഒന്നിനെ മൂക്കിടിച്ച് വരുത്തുക. എനിക്ക് പഠിപ്പിച്ചു കേട്ടോ കുറച്ച്. അതിനെ വീട്ടിൽ നല്ല പണിയും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ അങ്ങനെ വൃത്തിന്ന് ഇരിക്കുക, മനസ്സിലായ? പിന്നെ ഈ അലക്കണതില്ലേ, 2 ബെഡ്ഷീറ്റ് നല്ല കൈ നല്ല സ്ട്രോങ് ആവും. പിന്നെ ഒരകല്ല് ഇതൊക്കെ മേടിച്ച് വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഗ്യാസ് അറപ്പ് യൂസ് ചെയ്യണ പോലെ ഒരു അടക്കള ഉണ്ടെങ്കിൽ സ്വന്തം വീടുള്ള ആൾക്കാർ, വാടകക്കാരുള്ളൊരു ആഗ്രഹിക്കുകയും ചെയ്യരുത്. പുറമെ ഒരു ചെറിയ ഒരകല്ലും ഒലക്കയും ഒക്കെ വെക്കുക. കാരണം ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ കൈയൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, മനോധൈര്യത്തിന് പെണ്ണുങ്ങളെ തോപ്പിക്കാൻ വേറൊരാൾക്കും പറ്റൂല. ആണിന് പോലും ഇല്ല, പരമശിവന് പോലും ഇല്ല, മനസ്സിലായ? കാളിക്കൊപ്പം നിൽക്കാനായിട്ട്, പാർവതിക്കൊപ്പം നിൽക്കാനായിട്ട് പരമശിവന് പോലും കരുത്തില്ല. മനക്കരുത്തുള്ളത് എപ്പോഴും എന്ത് വന്നാലും നേരിടാനുള്ള മനക്കരുത്തുള്ളത് പെണ്ണിന് മാത്രമാണ്. ആണ് വീണെടുത്ത് പെണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ പെണ്ണിനെ ശരിയായ രീതിയിൽ തുണ കിട്ടിക്കഴിഞ്ഞാൽ അവൾ റാണിയാണ്, അത് രാജാവും. അല്ലാത്ത പക്ഷം കുടുംബം കുത്തിച്ചോറ. ഈക്വാലിറ്റി എന്നല്ല എന്നെ പറയണേ. ഒരു പെണ്ണിന് വേണ്ട എല്ലാ കാര്യങ്ങളും കെയറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒരാണിനൊരു പ്രശ്നം വന്നാൽ മുമ്പിൽ നിൽക്കും. എന്നെത്താണ്ടേ എന്നെ തൊടാൻ പറ്റുള്ളൂ. അതേസമയം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തൂടെ അവൾ വേറെ കെയർ തെടുക്കും അല്ലേ. അതുണ്ടാവണേ.